ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അലിഗയിൽ വീണ്ടും ജോയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് 2 നിബന്ധനകളുണ്ട്. നിങ്ങൾ അത് അംഗീകരിക്കണം. ദേവ്ജി പറയുമ്പം അതെന്താണെന്ന് സാഗർ ചോദിക്കുന്നുണ്ട്. ദേവ്ജി പറയും, 1. അലിഗ ഡിസൈൻസിന്റെ അവസാന വാക്ക് എന്റേതായിരിക്കണം. അതായത് ഒരു ഡിസൈൻ അംഗീകരിക്കാനോ തള്ളിക്കളയാനോ എനിക്ക് മാത്രമേ അധികാരം ഉണ്ടാവാൻ പാടുള്ളൂ. ഇപ്പം മാനസയിലാണല്ലോ അവകാശം നിൽക്കുന്നത്. ഇനി ഞാനായിരിക്കണം ഡിസൈനിങ് സെക്ഷന്റെ ഡിസിഷൻ മേക്കർ. സാഗറും കൃഷും അത് അംഗീകരിക്കും. അടുത്തത് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദേവ്ജി പറയും, എൻ്റെ കൂടെ ഡിസൈനറായി അവിടെ കൺമണി ഉണ്ടായിരിക്കണം. അത് കേട്ട് സാഗറും കൃഷും പരസ്പരം നോക്കുന്നുണ്ട്. കൺമണി ഇപ്പം സാഗറിന്റെ വീട്ടിലെ ചെറിയ യൂണിറ്റിലല്ലേ, അവിടെ ജനറൽ കാറ്റഗറിയിലല്ലേ. എന്നാൽ അവൾ ഹെഡ് ഓഫീസിൽ എൻ്റെ സെക്ഷനിലെ ഡിസൈനറായിട്ട് വരണം. സാഗർ അതും അംഗീകരിക്കും. കൃഷ്ണനും സമ്മതമാണ്. വാസ്തവത്തിൽ കൺമണി ഇപ്പം ഞങ്ങളുടെ ഒരു കുടുംബാംഗത്തെ പോലെയാ. ദേവ്ജി പറയും, നിങ്ങളുടെ കുടുംബാംഗമാക്കി വീടിനകത്ത് തളച്ചിടേണ്ട കുട്ടിയല്ല കൺമണി. ആകാശം മുട്ടെ ഉയരേണ്ട ഒരു പ്രതിഭയാണ്. കൺമണി എൻ്റെ കൂടെ വേണം. ഈ 2 നിബന്ധനകളും പൂർണ്ണ സമ്മതത്തോടെ അംഗീകരിക്കുന്നു അല്ലേ അച്ഛാ? കൃഷി വയ്ക്കുമ്പോൾ സാഗർ പറയും, പിന്നല്ലാതെ. ഇതിനിടയിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ദേവ്ജി, അന്നത്തെ ആ അവാർഡ് അത് മാനസിക്ക് തന്നെ അർഹിച്ചതായിരുന്നില്ലേ? കൺമണിയാണ് അത് വരച്ചെന്ന് ദേവ്ജി പറയുന്നു. പക്ഷേ കൺമണി തന്നെ അത് നിഷേധിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ സത്യം എവിടെയാ? അങ്ങേപ്പോലെ ഒരാൾ കള്ളം പറയില്ല. കൺമണിയും കള്ളം പറയുമെന്ന് തോന്നുന്നില്ല. ദേവ്ജി പറയും, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, അതൊക്കെ വിട്ടേക്ക്. ഒരു പക്ഷേ എനിക്ക് പറ്റിയ തെറ്റും ആവാം. എന്തായാലും അതൊക്കെ വിട്ടേക്ക്. നമ്മൾ ഇനി അലിഗയെ പറ്റി മാത്രം സംസാരിച്ചാൽ മതി. പിന്നീട് കാണിക്കുന്നത് കൺമണി വർക്ക് ചെയ്തോണ്ടിരിക്കുക. കൃഷ് അങ്ങോട്ട് ചെല്ലും. കൃഷ് കൈ നീട്ടുമ്പോഴത്തേക്കും കൺമണി ഒന്ന് പേടിക്കും. കൃഷ് പറയും, കൈ നീട്ട് കൺമണി, ഒരു ഷെയ്ക്കാൻഡ് തരട്ടെ. എന്തിനാ സാറിന് അവള് ചോദിക്കുമ്പോഴത്തേക്കും കൃഷ് പറയും, താൻ കൈ താടോ. കൺമണി മടിച്ച് കൃഷിന് കൈ കൊടുക്കും. കൺഗ്രാറ്റുലേഷൻസ് അലിഗയുടെ ഒഫീഷ്യൽ ഡിസൈനറിന്. അത് കേട്ട് കൺമണി ഞെട്ടും. കൺമണി അലിഗയിലേക്ക് തിരിച്ചു വരണം. ഞാനിത് പറയുമ്പം എനിക്കിത് പ്രായച്ചിത്തം കൂടിയാ. ഒരിക്കൽ ഞാനായിട്ട് ഇറക്കി വിട്ട കമ്പനിയിലേക്ക് ഞാൻ തന്നെ കൺമണിയെ കൈ പിടിച്ച് കയറ്റാൻ പോകുക. കൺമണി വിശ്വാസം വരാതെ നിൽക്കുമ്പോൾ കൃഷി പറയും, വിശ്വാസം വന്നില്ല അല്ലേ? പക്ഷെ സത്യവാ, ഒരിക്കൽ ചെയ്ത തെറ്റ് ഞാൻ തിരുത്താൻ പോകുക. കൃഷി അവിടുന്ന് പോയിട്ടും കൺമണി ഇതൊന്നും വിശ്വാസമാവാതെ നിൽക്കും. പിന്നീട് കാണിക്കുന്നത് സാഗറും മാനസയും കൃപയെല്ലാം ഇരുന്ന് കഴിക്കുന്നതാണ്. മാനസ പറയും, അങ്കിളി പറയുന്നത് ദേവ്ജിയെ അലിഗയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണോ? സാഗർ പറയും, അതെ മോളെ, കമ്പനി ഇപ്പം ഒരു ക്രൈസിസിലേക്ക് പോകുക. ഈ സാഹചര്യത്തിൽ ദേവ്ജിയെ പോലെ ഒരാൾ കമ്പനിയിൽ വേണം. മാനസ ചോദിക്കും, അങ്കിൾ ഞാൻ GM അല്ലേ, എൻ്റെ അഭിപ്രായത്തിന് ഒരു വിലയുമില്ലേ? ഞാൻ കൃഷ്ണനോട് പറഞ്ഞതാ ദേവ്ജി വരുന്നതിൽ എനിക്ക് താല്പര്യമില്ലാന്ന്. സാഗർ പറയും, എന്റെയും കൃഷ്ണന്റെയും മാനസയുടെയും താല്പര്യമല്ല, കമ്പനിയുടെ താല്പര്യത്തിനാണ് ഇപ്പം പ്രാധാന്യം കൊടുക്കേണ്ടത്. മാനസ ചോദിക്കും, കമ്പനിക്ക് എന്ത് സംഭവിച്ചെന്ന് അങ്കിൾ ഈ പറയുന്നത്? ആ BR ഗ്രൂപ്പായിട്ടുള്ള പ്രശ്നമാണോ? അലിഗയെ പോലൊരു കമ്പനി ഇന്നലെ വന്ന BR ഗ്രൂപ്പിനെ പോലൊരു കമ്പനിയെ പേടിക്കുന്നത് നാണക്കേടാ. എന്താണെങ്കിലും ദേവ്ജി നമുക്ക് വേണ്ട. ഞാനുമായിട്ട് അയാൾ ശരിയാവത്തില്ല. മൈൻഡ് യുവർ വേർഡ്സ്. എന്താ നീ പറഞ്ഞത്? അയാളെന്നോ? പ്രായം കൊണ്ടും അറിവ് കൊണ്ടും അനുഭവം കൊണ്ടും വലിയൊരു മനുഷ്യനെയാ നീ അയാളെന്ന് പറഞ്ഞ് പുച്ഛിച്ചത്. ബഹളം കേട്ട് ആന്റിയമ്മയും സുജിയും വരുന്നുണ്ട്. സുജി സാഗറിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ സാഗർ പറയും, ചെയർമാനും GM കൂടി സംസാരിക്കുക, അതിനിടയിൽ ആരും ഇടപെടണ്ട. മാനസ, ദേവ്ജി കമ്പനിയെ ജോയിൻ ചെയ്യും. ദേവ്ജിയുടെ തീരുമാനം പോലെ കൺമണിയും ഡിസൈനർ പോസ്റ്റിലുണ്ടാവും. നമ്മളുടെ കമ്പനിയുടെ അവസാന വാക്ക് ഇനി മുതൽ ദേവ്ജിയും കൺമണിയായിരിക്കും. അത് സൂപ്പർവൈസ് ചെയ്യുന്നത് വിദ്യയായിരിക്കും. പിന്നെ ഭരണപരമായി GM തന്നെയായിരിക്കും മുകളിൽ. അതിനൊരു മാറ്റവും ഇല്ല. അഡ്മിനിസ്ട്രേഷൻ ഹെഡ് മാനസ തന്നെയാണ്. സുജിയും പറയും, ആ പിന്നെന്താ? കൃപ പറയും, അച്ഛാ ഒരു കാര്യം, കൺമണിയെ ഡിസൈനർ ആക്കിയതിൽ സന്തോഷം. പക്ഷേ കൺമണി ഇവിടെ നമ്മുടെ വീട്ടിൽ നിൽക്കട്ടെ അച്ഛാ, കൺമണി അങ്ങോട്ട് മാറ്റണ്ട. സുജയൻ പറയും, അതെ സാഗർ, കൺമണി ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായി. സാഗർ പറയും, കൺമണിക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്, അത് ഇവിടെ കെട്ടിക്കിടന്ന് ഇല്ലാതാക്കാൻ പറ്റില്ല. ദേവ്ജി വന്നു കഴിഞ്ഞാൽ കൺമണിയെ ഓഫീസിൽ പോസ്റ്റ് ചെയ്യണം. അത് ദേവ്ജിയുടെ പ്രത്യേക നിർദ്ദേശം കൂടിയാണ്. മാനസ പറയും, അങ്കിൾ, ആ ദേവ്ജി എന്നെ ഇൻസൾട്ട് ചെയ്യാൻ കൂടിയാ കൺമണിയെ ഓഫീസിലേക്ക് നിയമിക്കുന്നത്. കൺമണി ഓഫീസിലേക്ക് വരുന്നത് മാനസയ്ക്ക് എങ്ങനെയാണ് ഇൻസൾട്ട് ആവുന്നത്? മാനസ പറയും, കൺമണി ഓഫീസിലേക്ക് വരുന്നത് എനിക്ക് ഇൻസൾട്ട് ആവുമെന്നല്ല, എനിക്കെതിരെ കൺമണിയെ മുന്നിൽ നിർത്തി ആരോപണം ഉന്നയിച്ച ആളാ ദേവ്ജി. അപ്പോ വീണ്ടും കൺമണിയെ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നത് എന്നെ ആക്ഷേപിക്കും പോലെയാവും. കൺമണി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാ ഞാനും പറയുന്നത്. സാഗർ പറയും, അന്നത്തെ ഡിസൈനും പ്രശ്നങ്ങളും ഒന്നും ഇനി ഒരു ചർച്ചയാവണ്ടെന്നേ. എന്തായാലും ദേവ്ജിയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു. ദേവ്ജി അലിഗയിലേക്ക് തിരിച്ചു വരും. അതും പറഞ്ഞ് സാഗർ കൈ കഴുകാൻ പോകും. മാനസ പോകാൻ തുടങ്ങുമ്പോൾ സുജി പറയും, മോളെ നീ ഒന്നും കഴിച്ചില്ലല്ലോ. കൃപയും പറയുന്നുണ്ട്, കഴിക്കും മാനസ ചേച്ചി, ഓഫീസ് കാര്യങ്ങൾ ഓഫീസിൽ വെച്ച് സംസാരിച്ചാൽ മതിയായിരുന്നു എന്ന് ആന്റിയമ്മ പറയുമ്പോൾ സുജി വീണ്ടും പറയും, കഴിക്കും മാനസ, അവിടെ ഇരിക്കുന്നേ. കൈ കഴുകി വരുന്ന സാഗർ ചോദിക്കും, ഞാൻ പറഞ്ഞതിലുള്ള വിഷമം കൊണ്ടാണോ മോൾ ആഹാരം കഴിക്കാതിരിക്കുന്നത്? പ്രൊഫഷനെയും വ്യക്തി ജീവിതത്തെയും രണ്ടായി കാണണം.
പ്രൊഫഷണൽ കാര്യങ്ങൾ സംസാരിക്കുമ്പം അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവും. അത് അവിടെ തീരണം. മോള് കഴിക്കുക. പക്ഷെ മാനസ ഇത് കൂട്ടാക്കാതെ റൂമിലേക്ക് പോകും. ദേഷ്യത്തോടെ മുറി ചെല്ലുന്ന മാനസ ഫ്ലവർ വൈസ് എടുത്ത് കട്ടിലേക്ക് എറിയും. പുറകെ വരുന്ന ആന്റിയമ്മ ചോദിക്കും, കല്യാണ വാതുക്കൾ എത്തി നിൽക്കുമ്പം അത് തകർക്കാനാണോ നിന്റെ പുറപ്പാട്? ആന്റിയമ്മേ, അങ്കിള് പറഞ്ഞ കേട്ടില്ലേ, ആ ദേവ്ജിയെ കൊണ്ടുപോയി പുനഃപ്രതിഷ്ഠിക്കാൻ പോവാന്ന്. ശകുനി, അങ്ങനെ ദേവ്ജി അല്ല, കാലനാ. എന്നെ പറ്റിയോ എന്റെ വാക്കിനെ പറ്റിയോ എന്തെങ്കിലും വിലയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കുമായിരുന്നോ? നീ ഒന്ന് അടങ്ങ് മാനസേ. ഞാൻ എന്തിനടങ്ങണം? ആ കിളവനെ കിരീടവും ചെങ്കോലും കൊടുത്ത് അലിക്കി കൊണ്ട് ഇരുത്തിയാലേ എല്ലാം നടക്കുപോലും. എനിക്കെന്താ കഴിവില്ലേ? കഴിവുള്ളത് കൊണ്ടല്ലേ ഞാൻ GM ആയത്. ദേഷ്യം കടിച്ചമർത്തി ആന്റിയമ്മ പറയും, വന്ന വഴി മറക്കല്ല് മാനസേ. നീ ആദ്യം ഒന്ന് അടങ്ങ്. നീ വന്ന വഴി കണ്ടെത്തിയതും അത് ശരിയല്ലെന്ന് വിളിച്ചു പറഞ്ഞതും ദേവ്ജി ആണെന്നുള്ള ഓർമ്മ നിനക്കുണ്ടല്ലോ. പിന്നെ കുറച്ചു മുന്നേ നീ പറഞ്ഞില്ലേ നിന്റെ കഴിവിനെ പറ്റി. എന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പറഞ്ഞേ നിന്റെ കഴിവായിരുന്നെന്നത്. ആ കൺമണി ഉള്ളത് കൊണ്ട് അവളുടെ സാഹചര്യത്തെ അന്ന് നീ മുതലെടുക്കുമായിരുന്നു. അല്ലെങ്കിൽ കാണായിരുന്നു. എനിക്കും നിനക്കും സത്യങ്ങൾ അറിയുന്ന പോലെ ആ ദേവ്ജിക്കും എല്ലാം അറിയാം. അതുകൊണ്ട് ആ ദേവ്ജിയുടെ മുന്നിൽ തല കുനിച്ച് ഞാൻ നിൽക്കണം എന്നാണോ ആന്റിയമ്മ പറയുന്നത്? നീ ഇത്തരത്തിലെല്ലാം ചെയ്യുമ്പോഴും നിന്റെ എടുത്തു ചാട്ടം കണ്ട് ഞാൻ കൂട്ടു നിൽക്കുന്ന എന്തിനാന്ന് നിനക്കറിയാവോ? നീ കൃഷ്ണനെ സ്നേഹിക്കുന്നതിന്റെ ആഴം ഈ ആന്റിയമ്മയ്ക്ക് അറിയാവുന്നത് കൊണ്ടാ ഇപ്പൊ നീ താഴെ കാണിച്ച ഷോഫിന് നിന്റെ കരണം പുകച്ചൊന്നും തരാൻ എനിക്ക് തോന്നിയേ. പിന്നെ ഞാനതങ്ങ് അടക്കി. കാരണം എന്താണെന്നറിയാവോ? സന്ദർഭത്തിനനുസരിച്ച് വേണം ബുദ്ധിയുള്ള മനുഷ്യര് പെരുമാറാൻ. മാനസ പറയും, അതിന് എനിക്ക് ദേഷ്യം വന്നിട്ടാ. ആന്റിയമ്മ ചോദിക്കും, നീ പേഷ്യൻസ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ പേഷ്യൻസോടെ ചിന്തിച്ച് യുക്തിപൂർവ്വം വേണം പെരുമാറാൻ. ഇപ്പൊ നീ ദേവ്ജി വരുന്നത് എതിർത്താൽ പഴയ അനുഭവം വെച്ച് ദേവ്ജി പറഞ്ഞത് സത്യമാണെന്നും നിനക്കെന്തോ മറയ്ക്കാനുണ്ടെന്നും തോന്നും. പകരം നീ ദേവ്ജിയുടെ വരവിനെ അവരുടെ ഒപ്പം ചേർന്ന് സ്വാഗതം ചെയ്താൽ, ഹാപ്പി ആയിട്ട് നിന്നാൽ അത് അവർക്കിടയിൽ നിനക്കൊരു പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കും. ഇതൊന്നാമത്തെ കാര്യം. പിന്നെ സാഗർ പറഞ്ഞതുപോലെ കേട്ട് അലികയ്ക്ക് വേണ്ടി ഡൽഹി പോയി മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് വന്നാൽ അത് നിന്റെ കിരീടത്തിൽ ഒരു പൊന്തൂവലല്ലേ? പിന്നെ നിനക്കിവിടെ ഉണ്ടാകുന്ന വില എന്താകും? സോ ഇപ്പം നിന്റെ ശ്രദ്ധ ഡൽഹി പ്രോജക്റ്റിൽ മാത്രമായിരിക്കണം. കൺമണി സഹായിക്കുമല്ലോ. ഇപ്പം മനസ്സിലായോ? മാനസ എല്ലാം മനസ്സിലായി എന്ന് പറയും. പക്ഷെ ദേവ്ജി മാനസ പറയുമ്പോൾ ആന്റിയമ്മ പറയും, ഓ പിന്നെ ഒരു ദേവ്ജി. എടി അയാൾ അവിടെ എവിടെയെങ്കിലും വന്നിരുന്നിട്ട് പൊക്കോട്ടെ. ദേ, അയാൾക്ക് സാഗറിൻ്റെയും കൃഷിൻ്റെയും മേലെ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് നീ അയാളെ ചൊറിഞ്ഞ് പണി മേടിക്കാതെ ഈ ആന്റിയമ്മ പറഞ്ഞ രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ഓർത്താ ആന്റിയമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. ആന്റിയമ്മ പറയും, എങ്ങനെ ഓർത്താലും ഇതാണ് ശരി. ആന്റിയമ്മേ സോറി, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ ചെയ്തു പോയതാ. ആന്റിയമ്മ പറയും, എടുത്ത് ചാടാതെ ആലോചിച്ച് വേണം ഒരു തീരുമാനം എടുക്കാൻ. കക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, നിൽക്കാനും അറിയണം. മനസ്സിലായോ? മാനസ തലയാട്ടും. പിന്നീട് കാണിക്കുന്നത് കൃഷും മഹിയും കൂടെ സംസാരിക്കുന്നതാണ്. മഹി പറയും, അടിപൊളി. എടാ, ഇവിടെ ഇപ്പം മാസ് കാണിച്ചേക്കുന്ന ആരാന്നറിയാവോ? ആ ദേവ്ജിയാ. സത്യം പറഞ്ഞാ ആ ദേവ്ജി ഇപ്പം കണ്ട കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനാ തോന്നുന്നത്. ഒരു വെടിക്ക് 2 പക്ഷിയെ താഴെ ഇട്ടേക്കുന്നേ. കൺമണി ഓഫീസിൽ വരുന്നതോടുകൂടി മാനസികമായിട്ട് അകലും, ഒരസല് കൂടും. പഴയ ഡിസൈൻ്റെ ഒക്കെ രഹസ്യം പുറത്തു വരും. അത് കൂടുതൽ കോംപ്ലിക്കേഷനിൽ അവരെ കൊണ്ടെത്തിക്കും. ചുരുക്കത്തില്, എടാ മോനെ, പന്തിപ്പം നിന്റെ കോർട്ടിലാ. പക്ഷേ അതിനിടയിൽ ഒരു സംശയം എനിക്ക് കിടപ്പുണ്ട്. എന്താന്ന് കൃഷി വയ്ക്കുമ്പോൾ അവൻ പറയും, ദേവ്ജിക്കെതിരെ പരസ്യമായിട്ട് സംസാരിച്ച ആളാ കൺമണി. എന്നിട്ടും കൺമണിയെ എന്തുകൊണ്ട് ദേവ്ജി ഓഫീസിൽ വെച്ചു? കൃഷി പറയും, സിമ്പിൾ. വ്യക്തിപരമായ ഇഷ്ടക്കേടിനല്ല, കഴിവിനാണ് എവിടെയും ദേവ്ജിയുടെ മാനദണ്ഡം. മഹി ചോദിക്കും, എന്താ മോനെ കൺമണിയുടെ ഒരു സോഫ്റ്റ് കോർണർ? കാറ്റങ്ങോട്ട് വീശുവാണോ? പിന്നെ ഒന്ന് പോടാ. അല്ല, അതവിടെ ഇരിക്കട്ടെ. ബലരാമന്റെ കേരളത്തിലെ ഏജന്റിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞ കാര്യം എന്തായി? ഞാൻ സീരിയസ് ആയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അയാളുടെ ഒരു ശിങ്കിടിയെ കിട്ടിയിട്ടുണ്ട്. 2 ദിവസത്തിനകം ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരിക്കും. കൃഷി പറയും, എടാ മഹി, കൺമണി നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. എന്ന് വെച്ചാൽ മഹി ചോദിക്കുമ്പം കൃഷി പറയും, അവൾ തന്നെ ആയിരിക്കും ഡൽഹി ഡിസൈൻ വരച്ചത്. അവള് നല്ല കഴിവുള്ളവളാ. മഹി പറയും, ആ കാറ്റ് വീശി, കാറ്റ് വീശി. നിന്റെ പ്രണയക്കാറ്റ് കൺമണിക്ക് നേരെ വീശി തുടങ്ങി. കൃഷി മഹിയുടെ കൈ പിടിക്കും. മഹി പറയും, എടാ വിടടാ വിട്, അതറിയാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്തു വഴി? മഹി പറയും, ദേവ്ജിയെ കാണുക, കാര്യം ചോദിക്കുക, സിമ്പിൾ. പിന്നീട് കാണിക്കുന്നത് കൺമണി ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് വരുവാണ്. അമ്മായിമാരെ വീടിന് മുന്നിൽ നിൽപ്പുണ്ട്. കൺമണി അവരോട് തടഞ്ഞു നിർത്തും. നീ വീണ്ടും അലിഗയുടെ ഹെഡ് ഓഫീസിലേക്ക് വരുന്നുണ്ടല്ലേ? കൺമണി എന്താന്ന് ചോദിക്കുമ്പോൾ അമ്മായി ചോദിക്കും, നിന്റെ കാതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോടി? നീ വീണ്ടും അലിഗയുടെ ഹെഡ് ഓഫീസിലേക്ക് വരുന്നില്ലേന്ന് കൺമണി ചോദിക്കും. എന്നാ ആര് പറഞ്ഞു? ഒരമ്മായി പറയും, കണ്ടില്ലേ അവളുടെ അഭിനയം കണ്ടില്ലേ? ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണെന്ന്. സത്യം പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ ഹെഡ് ഓഫീസിലേക്ക് വരാതിരിക്കുക ചെയ്യണ്ടേ. ഓഫീസിലെ ജോലിക്ക് വന്നാൽ തീർന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എന്നും പ്രാർത്ഥിക്കും, എന്നെ ഓഫീസിലെ ജോലിയിൽ നിന്ന് ചെറിയ യൂണിറ്റിലേക്ക് മാറ്റണേന്ന്.
അങ്ങനെയാണെങ്കിൽ ഞാൻ മാനസ മേഡത്തിനോട് പറഞ്ഞ് മാറ്റാന്ന് കൺമണി പറയുമ്പോൾ അമ്മായി പറയും, അയ്യേ അത് നീ സീരിയസ് ആക്കി എടുത്തോ കള്ളിപ്പെണ്ണ്. കൺമണി പറയും, എന്താണേലും നിങ്ങൾ പേടിക്കണ്ട, ഓഫീസിലേക്ക് ഞാൻ വരുമെന്ന് തോന്നുന്നില്ല. ആ സമയം മനോജ് പുറത്തേക്ക് വന്ന് ചോദിക്കും, എന്താ മോളെ പ്രശ്നം? കൺമണി പറയും, അല്ല എന്നെ അലിക്കയുടെ ഹെഡ് ഓഫീസിലേക്ക് മാറ്റുന്നു എന്ന് അമ്മായിമാർ പറഞ്ഞു. എനിക്ക് അങ്ങോട്ട് പോകാനും വലിയ താല്പര്യമില്ല. മനോജ് പറയും, താല്പര്യമില്ലാത്ത ജോലിക്ക് പോകരുത്. ആ സ്ഥാപനത്തിൽ മോൾക്ക് മുമ്പ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒന്നിലധികം പ്രാവശ്യം ആ സ്ഥാപനത്തിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് പോരേണ്ടി വന്നിട്ടുണ്ട്. മോളുടെ തീരുമാനം ശരിയാ, ഇനി അങ്ങോട്ട് പോകണ്ട. ഏട്ടൻ കൊണ്ടുവന്ന് ജോലിക്ക് ചേർന്നാൽ മതി, അലിക വിട്ടേക്ക്. അമ്മായിമാർക്ക് അത് സന്തോഷമാവും. അവർ പറയും, അതെ എപ്പോഴും ഏട്ടൻ പറയുന്നത് അനുസരിക്കണം. ദേ ഇവിടെ തന്നെ ശ്രീനിയേട്ടൻ പറയുന്നത് ഞങ്ങൾക്ക് വേദവാക്യവാ. കൺമണി പറയും, ആലോചിച്ചിട്ട് ചെയ്യാ ഏട്ടാ. അമ്മായിമാർ അവിടുന്ന് പോകും. കൺമണി അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മനോജ് വിളിച്ചിട്ട് ചോദിക്കും, മോളെ ഏട്ടൻ്റെ ആഗ്രഹം നീ സാധിച്ചു തരില്ലേ? ഏട്ടൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നീ വരണം. അതുപോലെ തന്നെ ഏട്ടൻ ആവശ്യപ്പെട്ട ഡിസൈൻ നീ വരച്ചു തരികയും വേണം. ശരി ഏട്ടാ, ഞാൻ വരയ്ക്കാന്ന് കൺമണി പറയും. മനോജ് പറയും, താങ്ക് യു മോളെ. നീ കരുതും നിന്നെ ഞാൻ സമ്മർദ്ദത്തിലാക്കുവാന്ന്. അല്ല മോളെ, 2 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ മോളെ നിർബന്ധിക്കുന്നത്. ഒന്ന്, നമ്മൾ രണ്ടുപേരും ഒരേ കമ്പനി ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം. രണ്ടാമതായി, നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനിക്കാൻ പറ്റും. എനിക്കറിയാം ഏട്ടാന്ന് കൺമണി പറയുമ്പോൾ മനോജ് പറയും, എന്താണെങ്കിലും മോൾ ആ ഡിസൈൻ വരയ്ക്ക്. ഏട്ടൻ്റെ പ്രതീക്ഷയാണ് ആ ഡിസൈൻ. ഞാൻ ഇന്ന് മുതൽ ആ ഡിസൈൻ വരയ്ക്കാൻ തുടങ്ങും ഏട്ടാന്ന് കൺമണി പറയുമ്പോൾ മനോജ് അവളെ ചേർത്ത് പിടിച്ച് താങ്ക് യു പറയും. ഞാൻ ഇപ്പം തന്നെ ബലരാമൻ സാറിനെ വിളിച്ച് പറയട്ടെ എന്നും പറഞ്ഞ് അവൻ അകത്തേക്ക് പോകും. കൺമണി അപ്പോഴും ആകെ സംശയത്തിലാണ്. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണൻ ദേവ്ജിയും സംസാരിക്കുന്നതാണ്. അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.